ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. മെയിനായിട്ട് അതാണ് കാര്യം. ഇന്നൊരു ഞായറാഴ്ചയാണ്. എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ് ഞായർ. കാരണം ഏറ്റവും മെയിനായിട്ട് ജോലിക്ക് പോകണ്ട, രാവിലത്തെ തിരക്കില്ല, നേരത്തെ എഴുന്നേക്കണ്ട, എന്തൊരു ആശ്വാസം. ജോലി സ്ഥലത്ത് ആരുടെയും ചീത്ത കേൾക്കണ്ട, ഫ്രീ ആയിട്ടിരിക്കാം, സാവകാശം എഴുന്നേക്കാം, സാവകാശം പണിയൊക്കെ ചെയ്യാം, റെസ്റ്റ് എടുക്കാം, റിലാക്സ് ആയിട്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് സൺഡേ കേട്ടോ. അപ്പോൾ ഞാനിന്ന് എനിക്കിഷ്ടമുള്ളൊരു സാധനം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. കപ്പയും ഇറച്ചിയുമാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് എല്ലും കപ്പയെന്ന് പറയും, ചില സ്ഥലത്ത് കപ്പ ബിരിയാണി എന്ന് പറയും, ചില ആളുകൾ കപ്പ ഇറച്ചി എന്ന് പറയും. ഞാൻ നോർമലി കപ്പ ഇറച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് എല്ലും ബീഫും എല്ലൊക്കെ ആയിട്ട് വാങ്ങി വേവിച്ച് വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കപ്പയും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് യോജിപ്പിച്ച് അതിൻ്റെ സെറ്റാക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാള ഇട്ടിട്ടുണ്ട്, പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലടിച്ചിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ, അതിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നല്ലതായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പൊടികളിടാം. പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, മല്ലി, ഇത്രയും പൊടികളിട്ട് നന്നായിട്ട് അത് മൂത്ത സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇടുന്നത്. ആദ്യം ബീഫ് ഇടുക. അപ്പോൾ ബീഫിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതായിട്ട് ബീഫ് ഇടുക. അത് കഴിഞ്ഞിട്ട് കപ്പ ഇടണം. എന്നിട്ട് കപ്പ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇളക്കി 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 മിക്സ് ചെയ്ത് എടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. സംഭവം പരിപാടി ഭയങ്കര സിമ്പിളാണ്. നമ്മളിത് വെളിച്ചെണ്ണ ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. സാധനം അടിപൊളിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനൊരു കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പീസ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഞാൻ എക്സ്പേർട്ടൊന്നും അല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.